പള്ളിയിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം നേരത്തെ ഈ ഒരാളെ ക്യാമറ പിടിച്ചിരിക്കുന്ന ഒരാൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? യൂട്യൂബിലേക്ക് പോകട്ടോ. പറഞ്ഞ കാര്യം സത്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കമ്പനി ഒരു പ്രോഗ്രാം മഹാരാഷ്ട്രയിൽ വെച്ച് നടന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുന്നതോടൊപ്പം എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് നേട്ടങ്ങൾക്ക് വഴികാട്ടിയായിട്ട് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുന്ദരനും സുമുഖനുമായ ആ ചെറുപ്പക്കാരനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഈ ഒരു ആവേശത്തിൽ ഇങ്ങോട്ട് വിളിക്കണോ? ഞാൻ എങ്ങനെയാ വിളിക്കണ്ടേ? അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുബീഷ് ഇന്ന് നമ്മുടെ നോമ്പൊക്കെ ആരംഭിച്ച് എത്രാം ദിവസം? 4-ാം ദിവസം അല്ലേ? ഓക്കെ. അപ്പൊ 3 ദിവസം, ആദ്യത്തെ 3 ദിവസം നമുക്ക് എന്തായാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. 4-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നോർമലായി. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നതാക്കി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉറക്കൊന്നും വരില്ല എന്നാണ് പ്രതീക്ഷ. ശരിയല്ലേ? അവരെല്ലാവരും വേദിയിലേക്ക് കടന്നു വരിക.
തീർന്നില്ല 2 കോടി വോളിയം ഓർമ്മ. ഇത് രണ്ടും അച്ചീവ് ചെയ്താൽ കമ്പനി അവരെ ഒരു പേരിട്ട് വിളിക്കും, നാഷണൽ ടീ കോർഡിനേറ്റർ. അങ്ങനെ ഒരു പുതിയ, അതായത് പോസ്റ്റർ പോലും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ത് NTC ആയെന്നുള്ളത്. പക്ഷെ ഡൽഹി സാർ ഇവിടെ അറിഞ്ഞു, അതുകൊണ്ട് ഡിക്ലെയർ ചെയ്യാൻ പോവാ. അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് റെക്കഗ്നേഷൻ ഈ വേദിയിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറ്റൊരിക്കൽ എങ്ങനെ നിങ്ങളെ കൈയടിക്കണമെന്ന് എനിക്ക് അറിയില്ല. വിളിക്കട്ടെ. മറ്റാരുമല്ല, ഇന്ന് 2 കോടി പീസുകൾ മാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ AICയുടെ കിരീടത്തിൽ ഒരു കൊണ്ടുപോൽ കാത്തുകൊണ്ട് വിദേശത്ത് ഒരു പ്രവാസിയായിരിക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന് മലപ്പുറം മണ്ണിൽ നിന്നും ഇതാ വിജയത്തിന്റെ വെള്ളിക്കൊടി വാങ്ങിച്ചുകൊണ്ട് 2 കോടി പീസുകൾ മാച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ 5 വർഷം മുമ്പ് പ്രിയപ്പെട്ട എൻ്റെ ഗ്രേറ്റ് ലീഡർ, നല്ലൊരു കയ്യടി എൻ്റെ പുറസ്ഥാപനം. അദ്ദേഹം ഒരിക്കലും എന്നെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിക്കണം എന്ന് വെച്ചിട്ട് വിളിച്ചതല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സന്തോഷം പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് വന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് എന്നെ പ്രിയപ്പെട്ട എൻ്റെ ഗ്രേറ്റ് ലീഡർ അയ്യൂബ് സാറോട് നന്ദി തീർത്താൽ തീരില്ല. അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട 35 കോടി ബിസിനസ്സുകളെ മാറ്റി ചെയ്തുകൊണ്ട് ഇന്ന് 210 210 എന്ന നമ്പറില് 210 എന്ന നമ്പറിൽ ഒരു ഓഡി കാർ സ്വന്തമായി ഓടിച്ച് അല്ലെ, നമ്മുടെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് നേട്ടത്തിന്റെ ചക്രവാള സീമകൾ കടന്നു എന്ന് പറഞ്ഞു പോകാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ആ ലക്ഷ്യം ഇന്ന് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡയറക്ട് ചെയ്യുന്നവർ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനിൽ എത്തിപ്പെട്ടു എന്ന ഒരു ഒറ്റ ഭാഗ്യം നല്ലൊരു കൈയടി കൊണ്ട് നമുക്ക് വിളിക്കാം. നമ്മുടെ AICയുടെ നായകൻ, നമ്മുടെ പ്രിയപ്പെട്ട WTC ലീഡർ ബെന്നി സാർ. എപ്പോ തീരുമാനമോ അവന് ഉദാഹരണം നടക്കുമോ നടക്കുന്നത് വരുമ്പോ എനിക്ക് ഉദാഹരണം